ഹലോ ഗൈസ്, നമ്മളെ റഗനോർക്കിൻ്റെ നമ്മളെ വീക്ക് 6 പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. സോ എനിക്കറിയാം ഗൈസ്, കുറേ ആൾക്കാർക്കും എന്താ പറയുക 105 തന്നെയാണ് കിട്ടുന്നത്. അത് എൻ്റെ ഒരു തന്ത്രം തന്നെയാണ് ഗൈസ്. സോ എനിക്കും കഴിഞ്ഞ ആഴ്ച ഫുള്ള് കിട്ടിയത് 105-നെയാണ്. ഒരു നല്ല പ്ലെയറെ പോലും കിട്ടിയിട്ടില്ല. ആകെ കിട്ടിയൊരു 108 പ്ലെയറെ അങ്ങനെ കിട്ടിയുള്ളൂ. ഓക്കെ, 105 കിട്ടി, പറ്റിച്ചിട്ടുണ്ട് എന്തായാലും. സോ ഗൈസ്, നമ്മൾ ലീഡർ ബോർഡ് ഒരുപാട് കൂടി വന്നിട്ടുണ്ട്. സോ നേരത്തെ കുറച്ച് ജമ്മ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇപ്പോൾ നമുക്ക് 15 ഗെയിം കൂടി ഉണ്ട്. ഫുള്ള് തീർക്കില്ലെങ്കിലും നമ്മൾ കുറച്ചൊക്കെ നല്ല അത്യാവശ്യം എന്തായാലും തീർക്കും. ഓക്കെ, ഫുള്ള് തീർക്കാത്ത റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെയാണ് കേസ്. നമ്മളിപ്പം തുറന്നാൽ പോലും ചിലതിൽ വോക്കൗട്ട് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അൺലിമിറ്റഡ് ബണ്ടിൽ അങ്ങനെ തുറക്കാത്തത്. ഞാൻ ജമ്മ് കൂട്ടി വെച്ച് സാധാരണ ഡെയിലി 3K ജമ്മിൻ്റെ പാക്ക് തുറക്കാനായിരുന്നു പ്ലാന്. പിന്നെ നമ്മൾ പാക്ക് ഓപ്പണിംഗ് വീഡിയോ വരുമ്പോൾ എന്തായാലും നമ്മൾ പാക്ക് ഓപ്പൺ ചെയ്യണമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, വോക്കൗട്ട് ഞാൻ കണ്ടില്ല ഇതുവരെ. ഓക്കെ, കിടിലം വോക്കൗട്ട് ആണോന്ന് ചോദിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. മറ്റേ സ്ഥിരം സൈഡ് ഇവൻ്റൊക്കെ വരുന്ന കൂട്ട് വോക്കൗട്ട് തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ബണ്ടിലെ സംഭവമൊക്കെ ഓപ്പൺ ചെയ്യാം. എന്തായാലും ഇതിനകത്തുനിന്ന് തുടങ്ങാം. എന്തായാലും ഫസ്റ്റ് നമുക്ക് വോക്കൗട്ട് ഉണ്ടാവില്ല, അത് നമ്മൾ കഴിഞ്ഞ കുറേ ആയിട്ട് കാണുന്നതാണ്. ഈ അടുത്ത് വന്നതിൽ ഏറ്റവും പൊട്ട ഇവൻ്റ് ഈ റഗനോർക്ക് ഇവൻ്റ് തന്നെയാണ് കാരണം കുറേ ആൾക്കാർക്കും നല്ല പ്ലേയേഴ്സിനെ കിട്ടുന്നില്ല, വലിയ റിവാർഡ്സ് ഒന്നുമില്ല, ഒരു ആവറേജ് പോലും ഇല്ല റഗനോർക്ക് ഇവൻ്റ്. കിടുന്ന എന്താ പറയുക, വരുന്ന പ്ലെയേഴ്സ് നമ്മളെ പീറ്റർ ചെക്ക്, ഫ്ലാട്ടൻ അങ്ങനത്തെ കിടിലൻ കാർഡ്സ് വരുന്നുണ്ട്. ബട്ട് കൊടുക്കുന്ന റിവാർഡ്സ് അത്രയില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം. ഓക്കെ, 105 പ്ലെയറാണ്, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഇനിയിപ്പം നമ്മളുടെ ഗ്രീൻ റൂട്ട്സിൻ്റെ കൂടി ഗ്രീൻ റൂട്ട്സ് അല്ല, ഗ്രാസ് റൂട്ട് ഗ്രേറ്റ്സ് ആണ് ഓക്കെ, മാർസലോൻ്റെ കാർഡൊക്കെ ഉണ്ട്. സോ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ സ്ഥിരം ഇരിക്കുന്ന പോലെ തന്നെ. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഗൈസ്, വോക്കൗട്ടില്ല എന്തായാലും. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് അക്കൗണ്ടിലോട്ട് പോവാം. സോ ഗൈസ്, നമ്മൾ സെക്കൻഡ് അക്കൗണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് 10K ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അത് വെച്ചിട്ട് ബാക്ക് ഓപ്പൺ ചെയ്യാം. ഡെയിലി 3K ജമ്മിൻ്റെ ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്ത് തുടങ്ങാം. പിന്നെ നമുക്ക് മറ്റേതിൻ്റെ 3K ജമ്മിൻ്റെ ബാക്ക് ഓപ്പൺ ചെയ്യാനുണ്ട്, പിന്നെ അൺലിമിറ്റഡ് ബണ്ടിലും. ഓക്കെ, ഇതിനകത്ത് എന്തായാലും നമ്മൾ മാർക്കറ്റ് പിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതെന്തായാലും ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. നമ്മൾ കുറേ ആയിട്ട് നമ്മളെ വീഡിയോസിനൊന്നും അങ്ങനെ റീച്ച് ഇല്ല ഗൈസ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ഈ ആഴ്ച മാർക്കറ്റ് പിക്കും കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് നമുക്ക് നേരത്തെ കിട്ടിയ പ്ലെയറാണ്, നമ്മൾ മെയിൻ അക്കൗണ്ടിൽ രാവിലെ കിട്ടിയ പ്ലെയർ, 105 പ്ലെയർ. പ്ലീസ് നിങ്ങൾക്ക് ആരാണ് ഈ ഇവൻ്റ് കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, ഈ ഇവൻ്റ് പുതിയ ഇവൻ്റിൽ നിന്നും ആരായി കിട്ടിയതെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഗൈസ്. നമുക്ക് എന്തായാലും 105 പ്ലെയറാണ് കിട്ടിയത്, പിന്നെ ഒരു വോക്കൗട്ട് ഇല്ലാത്തൊരു 103 പ്ലെയറും. കാര്യം ഗൈസ്, ഞാൻ മര്യാദയ്ക്ക് ഗ്രൈൻഡൊന്നും ചെയ്തില്ല. സെക്കൻഡ് വീക്ക് തൊട്ട് 5ാമത്തെ വീക്ക്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഷാർട്സൊന്നും അധികം ഇല്ല. 500 എത്ര സംതിങ് ഷാർട്സേ ഉള്ളൂ എൻ്റെ അടുത്ത്. സോ ഒരു 110 പ്ലെയറെങ്കിലും എടുക്കണം. സ്കോഡ് നമുക്ക് മാനേജ് ചെയ്യണമല്ലോ. ഒരു സെൻറ്റർ ബാക്കിനാണ് നോക്കുന്നത്. നിങ്ങളെന്തായാലും ഒരു ഈ നമ്മളെ റഗനോർക്കിൽ നിന്ന് എടുക്കാൻ പറ്റിയ സെൻറ്റർ ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്തേക്കുക. 110 ഏകദേശം ഒരു 800 ഷാർട്സിന് താഴെ വരുന്ന ഒരു പ്ലെയറിനെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്ത് ഗൈസ്, നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും. ഓക്കെ, സ്പാനിഷ് അറ്റാക്കിംഗ് മിഡ് ഓയർസബാലാണോ? ഓയർസബാലിൻ്റെ കാർഡുണ്ടോ? അല്ല, പബ്ലോ മാർട്ടിൻ്റെ കാർഡാണ്. സോ നമ്മളെ സെക്കൻഡ് അക്കൗണ്ടിൽ എന്തായാലും ലീഗ് റിവാർഡ്സ് കിടപ്പുണ്ട്, അതെന്തായാലും എടുക്കണം. പിന്നെ നമ്മളെ മെയിൻ അക്കൗണ്ടിൽ എങ്ങനെയെങ്കിലും മാനേജർ മോഡൊന്ന് വേൾഡ് ക്ലാസ് തൊട്ട് നമ്മളെ FC ചാമ്പ്യൻ അടിക്കണം. ഒരു 2-3 നാളോട് ജയിച്ചാൽ മതി. അത് സെറ്റാക്കണം. ഇനിയിപ്പോൾ ടൈം നോക്കിയിട്ട് 107 പ്ലെയറാണ്. ഹയസ്റ്റ് കിട്ടിയെന്നാലും 107 ആണ്.
106 കിട്ടിയില്ലാന്ന് തോന്നുന്നു കേട്ടോ നമുക്ക്. നമ്മൾ ടോക്കൺസ് ഇട്ടിട്ടുണ്ട് എന്തായാലും. ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് മാർക്കറ്റ് പിക്ക് ഓപ്പൺ ചെയ്യാം. വെറുതെ അല്ല, നമ്മൾ സ്റ്റാർ പിക്ക് ഓപ്പൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഷാർട്ട് പിക്ക് ഇതിനകത്ത് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പിക്ക് ഓപ്പൺ ചെയ്യുന്നിരിക്കും. ഓക്കെ, നമ്മളെ സ്കോഡ് സെറ്റാക്കുന്ന വീഡിയോ മേ ബി ഡിലേ ആവും. സോ ഞാൻ കുറച്ച് സാധനങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്തായാലും ഡിലേ ആവും. നോക്കിയിട്ട് നമ്മളെന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ആരാണ് നമ്മുടെ ചാനലാണെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്തേക്കുക. ഈ സബേഡിപ്പേനെ കിട്ടിയിട്ടുണ്ട്. കാര്യമൊന്നുമില്ല, 108ൻ്റെ പ്ലെയറാണ്. ഈ സ്കോഡിലും ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കിയിട്ട് എടുത്ത് വെച്ചേക്കാം, ഇടാൻ പറ്റുവാണെങ്കിൽ ഇടാം. സോ നമ്മളെല്ലാം ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഖാനല്ലേ ക്യാമറൂണോ അബേഡിപ്പല്ലേനെ കിട്ടിയിട്ടുണ്ട് എന്തായാലും. സോ നമ്മൾ തേർഡ് അക്കൗണ്ട് വന്നിട്ടുണ്ട്. തേർഡ് അക്കൗണ്ടിൽ നമുക്ക് നോക്കാം. തേർഡ് അക്കൗണ്ടിൽ ഒരു ഡീസൻറ്റ് പ്ലെയറെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എത്ര കിട്ടിയ പ്ലേയേഴ്സാണ് നോക്കി. നമ്മൾ വിൻസെൻ്റ് കോമ്പനിയും ഫെർണാണ്ടോ ടോറസും എല്ലാവരും ഉണ്ട്. ഈ ഒളിവർ ഖാൻ്റെ ആ ചലഞ്ച് മോഡ് വന്നുകൊണ്ട് തന്നെ മേ ബി ഒളിവർ ഖാൻ്റെ കാർഡ് വരുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഒളിവർ ഖാൻ്റെ ഇത് വരുമോ എനിക്കറിയില്ല. ഒളിവർ ഖാൻ്റെ ആ കാർഡ് വരുമോ ഇല്ലയോ എന്ന് ഇതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം, എനിക്കറിയത്തില്ല. ഓക്കെ, സിഡാൻ്റെ കാർഡ് എന്തായാലും ഉണ്ട്. മേ ബി നമ്മളെ ഈ ഗ്രാസ് റൂട്ട് ഗ്രേഡ്സിൽ വരുമോ എന്ന് എനിക്കറിയില്ല. വരുമായിരിക്കണം. മാഴ്സലോ ഉണ്ട്. സോ ഒളിവർ ഖാനും വരുമായിരിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ വൈകാതെ തന്നെ ഈ നമുക്ക് മെസ്സിനെ റൊണാൾഡോനെയൊക്കെ കാണാം ഐക്കോൺസായിട്ട്. കൂടി വന്ന 3 കൊല്ലം, അത് കഴിഞ്ഞാൽ പിന്നെ അവരും ഉണ്ടാവും ഐക്കോണായിട്ട്. ഓക്കെ, നമ്മളിനിയിപ്പോൾ മാർക്കറ്റ് പിക്ക് തന്നെയാണ് നല്ലത്. പാക്ക് ഓപ്പണിംഗ് ഒന്നും വലിയ കാര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്കെന്നാലും നമ്മളെ മാർക്കറ്റ് പിക്ക് ഓപ്പൺ ചെയ്യാം. ആൻഡ് നോക്കാം. എന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രീ പിക്ക് എന്തായാലും ചെയ്യാം. അത് തന്നെ നമ്മൾ സ്റ്റാർ പിക്കും പിന്നെ ഡെയിലി പിക്കും കൂടി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ മാർക്കറ്റ് പിക്ക് ആരെ കിട്ടിയെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് ഗൈസ്. ഓക്കെ, ഗൈസ് ഈ വീഡിയോ ഫുള്ള് കാണുന്നവരെന്തായാലും നമ്മളെ വൈറ്റ് ഹാർട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ നമ്മൾ ഗ്ലിച്ച് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലിച്ച് ഒന്നും യൂസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. കുറേ വർഷം കണ്ടതാണ് ഗൈസ്. 108 തന്നു, 109 എങ്ങനെയാണെന്ന് കിട്ടിയാൽ മതിയായിരുന്നു. സെറ്റ്. പിന്നെ അതിൽ ഒരാളെ എടുക്കണം. നമുക്കിപ്പം ഡിയാബീനെ എടുത്തേക്കാം. റോബർട്ട്സൺ ഉണ്ട്. എല്ലാവരും എടുത്താലും കണക്ക് തന്നെയാണ്. 107 അല്ലേ. മറ്റേനെടുത്താൽ 30 ഷാർട്സ് കിട്ടും. ബട്ട് ഇതിനകത്ത് ഷാർട്സും കൊണ്ട് ഒരു കാര്യമില്ല. സോ നമുക്കിനിയിപ്പോൾ ഡെയിലി പിക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇനിയിപ്പം ലൈവ് ആക്കണോ വേണ്ടെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് പ്ലീസ്. നമ്മൾ സെപ്റ്റംബറിൽ എന്തായാലും സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നോക്കാം, പറ്റുവാണെങ്കിൽ നോക്കാം ഗൈസ് നമ്മൾ ലൈവ് വരാൻ. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ 100 വേറാണ്. സോ ഇതെല്ലാം ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഫ്രാൻസ്, റൈറ്റ് മിഡ്, ഇത്തിഹാദ്, ഡിയാബിയുടെ കടമാണ് ഗൈസ്. സോ ഇന്നത്തെ പാക്ക് ഓപ്പണിങ് ഏകദേശം കണക്ക് തന്നെയായിരുന്നു, വലിയ കാര്യമൊന്നുമില്ല.